അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ BJP വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന സാഹചര്യത്തിൽ കനത്ത തിരിച്ചടിയായിരിക്കും അവിടെ ലഭിക്കുക എന്ന വിലയിരുത്തലിലാണ് BJP. അതിനിടയിൽ BJPയെ ഞെട്ടിച്ചുകൊണ്ട് സന്യാസിമാർ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് സന്യാസിമാരുടെ വമ്പൻ പ്രതിഷേധ മാർച്ച് നടന്നു. BJPക്കൊപ്പം നിന്ന സന്യാസിമാരും ഹിന്ദുത്വ പുരോഹിതന്മാരും അയോധ്യ കൊള്ളയോടെ BJPയുടെ തനിനിറം മനസ്സിലാക്കി കളം മാറ്റി ചവിട്ടിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. മണ്ഡി ഹൗസിൽ നിന്നാണ് പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. എന്നാൽ തൊട്ടടുത്തുള്ള ഫിറോസ് ഷാ റോഡിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ഇതിനെ തുടർന്ന് സന്യാസിമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. പ്രതിഷേധത്തിന് പിന്തുണയുമായി പൂർണിയ MP പപ്പു യാദവും സ്ഥലത്ത് എത്തിയിരുന്നു. അയോധ്യ ശ്രീരാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ തട്ടിയെടുത്തു എന്ന ആരോപണത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഒരു ഫോറൻസിക് ഓഡിറ്ററെയും ഉൾപ്പെടുത്താൻ നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. രാമക്ഷേത്രത്തിനായി ലഭിച്ച സംഭാവനകളിൽ ക്രമക്കേടുകളും തട്ടിപ്പും നടന്നു എന്ന ആരോപണത്തിൽ CBI അന്വേഷണവും ട്രസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഓഡിറ്റും ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മാല്യ, ബാഗ്ചി, V മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. നേരത്തെ SIT പുനഃസംഘടിപ്പിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഉത്തർപ്രദേശ് സർക്കാർ പുതിയ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. മലയാളിയായ IGS കിരണിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പുതിയ അന്വേഷണ സംഘത്തിൽ DIG സോമൻ വർമ്മ, SP ഡോക്ടർ ഗൗരവ് ഗ്രോവർ എന്നിവർ അംഗങ്ങളാണ്. തട്ടിപ്പ് കേസ് മാത്രം അന്വേഷിക്കാനാണ് പുതിയ സംഘത്തെ രൂപീകരിച്ചത്. നേരത്തെ നിയമിച്ച SIT കേസിൽ വിശാലമായ അന്വേഷണമാണ് നടത്തുന്നത്. പുതിയതായി രൂപീകരിച്ച സംഘം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിനിടെയാണ് സംഭാവന തട്ടിപ്പിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സന്യാസിമാർ ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ സന്യാസിമാരടക്കമുള്ള സമൂഹത്തിന് വലിയ അതൃപ്തിയാണ് ഉള്ളത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നില്ല എന്ന വിമർശനം RSSനകത്ത് തന്നെ രൂപപ്പെടുന്നു. ഹിന്ദു സമൂഹത്തിന് വലിയ അതൃപ്തിയുണ്ട് എന്ന വിവരങ്ങൾ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ BJPക്ക് അവിടെ കനത്ത തിരിച്ചടി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുമുണ്ട്. അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് നേരിട്ട് സന്യാസി സമൂഹം ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് BJPയെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന സാഹചര്യത്തിൽ ഈ പ്രതിഷേധ മാർച്ച് കണക്കിലെടുത്ത് BJP ചില പുതിയ നടപടികളിലേക്ക് കടക്കുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. പ്രധാനമന്ത്രി എന്ത് തീരുമാനമാണ് ഇതിലെടുക്കുക എന്നതും ചോദ്യമായി ഉയരുകയാണ്.